ഒരിടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വി. മുരളീധരൻ എത്തുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച ഒരു ത്രികോണ പോരാട്ടമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടം അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശരത്ചന്ദ്ര പ്രസാദാണ്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാകുന്നു. അപ്പോൾ എന്തായാലും ശബരിമല വിഷയമൊക്കെ ആഞ്ഞടിക്കാനാണോ? ശബരിമല വിഷയം തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദാഹജലം തരാത്ത സർക്കാർ, ദാഹജലം ഉറപ്പുവരുത്താൻ കഴിയാത്ത ജനപ്രതിനിധി, അങ്ങനെ ഒരു ജനപ്രതിനിധി വേണോ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം. പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്തായിരിക്കും? ശബരിമല തന്നെ ആയിരിക്കുമോ? പ്രധാന പ്രശ്നം ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, കുടിവെള്ളം ഇല്ലാത്ത പ്രശ്നം, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹജലത്തിന് വേണ്ടിയിട്ട് കേഴുന്ന ജനങ്ങൾ, റോഡില്ലായ്മ, അതോടൊപ്പം വെള്ളക്കെട്ട്. തീർച്ചയായിട്ടും ശബരിമല അതിന്റെ ഭാഗമാണ്. 2014 തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷമൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ഭൂരിപക്ഷം എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കും, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അംഗീകരിക്കും. വികസനത്തിന് ഒരുപാട് സാധ്യതയുള്ള മണ്ഡലമാണ് കഴക്കൂട്ടം. പക്ഷേ ഇവിടെ അത്രത്തോളം വികസനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയകരവുമാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല. ബാക്കി എന്ത് വികസനത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും ദാഹജലം തരാത്തവര് ബാക്കി വികസനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എന്തർത്ഥമുള്ളു? അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനാണ് നിലവിൽ എതിർ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതെന്നുള്ളതാണ്. 3 ടേം MLA തുടർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിലൊരു ഇത്രയും കാലം ജനങ്ങൾ അംഗീകാരം നൽകിയിട്ടും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടില്ല. സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ, കുടിവെള്ളം, ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം. ഏതായാലും നിലവിൽ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. എന്നാലും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനം കഴക്കൂട്ടത്ത് നടന്നിട്ടില്ല. അത്തരത്തിൽ വികസനം മുൻപോട്ട് പോകേണ്ടതുണ്ട്. കുടിവെള്ളം അടക്കമുള്ളവയുടെ ബുദ്ധിമുട്ട് കഴക്കൂട്ടം മണ്ഡലത്തിൽ പലപ്പോഴും നേരിടുന്നുണ്ട്. ആ വിഷയം നേരിൽ കണ്ടുകൊണ്ടായിരിക്കും ബി.ജെ.പിയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽ.